ഹലോ, ഞാനിപ്പോൾ കോളേജിലേക്ക് പോകാനായിട്ട് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് കളർ ഡ്രസ്സിൽ വേറൊന്നുമില്ല. ഇന്ന് കോളേജിൽ ക്യാമ്പസ് സിറ്റി ഫസ്റ്റാണ്, അടിപൊളി പരിപാടി നടക്കണേ. അപ്പോൾ 8:30 എൻ്റെ ട്രെയിന്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്ലേസാണ്. ഇത് തിരുനാവായ റൂട്ടാണ്. അടിപൊളിയാണ്, ഒരുപാട് ആമ്പലൊക്കെ ഉണ്ടാവും. പിന്നെ ട്രെയിൻ ഇറങ്ങി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെത്തി, ബസ്സും കയറി. ഇതെൻ്റെ ഫ്രണ്ട് അന്നത്താണ്. പിന്നെ നമ്മൾ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാം അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ കോളേജിൽ വെച്ചിട്ട് അവിടേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേന്ന് വരെ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നു. 21-ാം തീയതി എക്സാമും 22-ാം തീയതിയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആകെ ഒരു ഇതിലായിരുന്നു. എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് നേരെ കടക്കുകയാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു, നല്ലൊരു വെസ്റ്റേൺ ഡാൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ആ ഡാൻസ് മാത്രമല്ല, പിന്നീട് നടന്ന ഓരോ പരിപാടിയും അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഡാൻസുകളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഫാഷൻ ഷോ ഉണ്ടായിരുന്നത്. പിന്നെ ഫാഷൻ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആൽമരത്തിൻ്റെ പ്രോഗ്രാമും അതേപോലെ DJ സന. ആ 2 പ്രോഗ്രാമിനും വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഊണാണ് കഴിച്ചത്, അവർ ബിരിയാണിയും കഴിച്ചു. പിന്നെ വീണ്ടും ഞങ്ങൾ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാഷൻ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാഷൻ ഷോ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തീം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏറെ ദുഃഖിതയായ, അതായത് ഒരുപാട് പേര് ഇപ്പോൾ ആ ഡോക്ടറുടെ ആ റേപ്പ് കേസ്, അത് അത്ര ഒരുപാട് പേരെ അത്രയും വേദനയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ സങ്കടം, അതേപോലെ തന്നെ അത്രയ്ക്കും നല്ല ഫീൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് എന്തായാലും ഈ സ്റ്റുഡൻസ് നമുക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ കോഫിയും കട്ട്ലേറ്റും വാങ്ങി കഴിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ. പിന്നെയും ഞങ്ങൾ എന്ത് ചെയ്തു, പ്രോഗ്രാമിലേക്ക് വീണ്ടും നമ്മൾ ഏറെ പ്രതീക്ഷിച്ച ആൽമരം പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവരുടെ പാട്ടിനനുസരിച്ച് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് തുള്ളിച്ചാടി കളിക്കുമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആഗ്രഹിച്ച സനയുടെ പ്രോഗ്രാമായി. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോസും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ അവിടെ എൻജോയ് ചെയ്യായിരുന്നു. അത്രയും എന്താ പറയുക, ആർമാദിക്കായിരുന്നു. നന്നായിട്ടുണ്ട്, ആർമാദിച്ചു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, ഡാൻസ് കളിച്ച് കുഴങ്ങി വയ്യാണ്ടേ. പിന്നെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ബിരിയാണി കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് പൊറോട്ട കഴിക്കേണ്ടി വന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും പൊറോട്ട കഴിച്ച് കുറേ കാര്യങ്ങളും പറഞ്ഞും തമാശയായാലും എക്സാമിന് ടെൻഷനായാലും അതുപോലെ തന്നെ കുറേ കഥകൾ പറഞ്ഞ് ചിരിച്ച് കിടന്നുറങ്ങി. പിന്നെ ഗൈസ്, ഞങ്ങൾ പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ ഡ്രസ്സ് കണ്ടോ ഗൈസ്? ഞങ്ങൾക്ക് ഡ്രസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചയിലേക്ക് ഞങ്ങൾക്ക് എണീച്ച് വരേണ്ടി വന്നു. കുളിയില്ല, നനയില്ല, ഒന്നുമില്ല. അച്ചയിലേക്ക് ഞങ്ങൾ എണീച്ച് വന്നു. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. നമ്മളൊരു കോഫിയും വാങ്ങി വേറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു, ബൈ ബൈ, സി യു, ടാറ്റാ.